ആകാശവാണി. നമസ്കാരം. മലയാള ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോളിന്റെ ഏറെ പ്രശസ്തമായ വരികളാണിത്. മലയാള ദിനത്തിൽ ഏവരും ഓർക്കേണ്ട വരികൾ. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട മലയാളം കേരളത്തിന്റെ മാതൃഭാഷയാണ്. മറ്റു ഭാഷകൾ ഏറെ ഉണ്ടെങ്കിലും കേരളത്തിന്റെ പെറ്റമ്മ മലയാളമാണ്. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല എന്നും ഓർക്കണം. കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും മാഹിയിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ താലൂക്കിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മലയാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് EMS പ്രസ്താവിച്ചത്. കേരളീയരെ മതത്തിനും ജാതിക്കും സമ്പത്തിനുമപ്പുറം ഒന്നാക്കി നിർത്തുന്ന ശക്തിയാണ് മലയാളം. ലോക സാഹിത്യത്തെ പോലും വെല്ലുന്ന ഒട്ടേറെ സാഹിത്യകൃതികൾ മലയാളത്തിലുണ്ട്. 3.25 കോടിയോളം ജനങ്ങളുടെ മാതൃഭാഷയാണ് ഇത്. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ 1 കേരളപ്പിറവി ദിനമായി അറിയപ്പെടുന്നത്. കേരളപ്പിറവിയുടെ വാർഷികത്തിന്റെ ഭാഗമായാണ് മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും സംഘടിപ്പിക്കുന്നത്. 2025 മലയാള ദിന ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിച്ചു. ഭാഷാ പഠനത്തിനായും ഭരണഭാഷാ മാറ്റത്തിനായും ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇനിയും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഏത് രാജ്യത്തും ഭാഷയുടെ വികസനം, ഭരണഭാഷയുടെ വികസനം, ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഭരണമടക്കമുള്ള ദൈനംദിന കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ഭാഷ എങ്ങനെയാണ് ഒരു ജീവഭാഷയാവുക? ഭരണഭാഷയുടെ ക്രമാനുഗതമായ വികാസത്തെ സ്വാധീനിക്കുന്നത് ജനങ്ങൾക്കും സർക്കാരിനുമിടയിലുള്ള വിനിമയ മാധ്യമമാണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ്. അത് മനസ്സിലാക്കിയാണ് അടിസ്ഥാനപരമായ ഒരു നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനം നടത്തിയത്. നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ 2013 മെയ് 23 കേരളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചത്. ഇന്ത്യയിൽ ശ്രേഷ്ഠഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. എന്നിട്ടും മലയാളം ഇന്നും പോരാട്ടത്തിന്റെ പാതയിലാണെന്നും മലയാളത്തിന്റെ വികസനത്തിനായി ഇനിയും കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും കവിയും പ്രഭാഷകനും നിരൂപകനും ജീവചരിത്രകാരനുമായ എഴുമറ്റൂർ രാജരാജവർമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഭരണഭാഷാ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിയമങ്ങളും ചട്ടങ്ങളും ഉൾപ്പെടെ മലയാളത്തിലായാൽ മാത്രമേ സാധാരണക്കാരുടെ അവകാശം പൂർണ്ണമായി സംരക്ഷിക്കപ്പെടൂ എന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മാതൃഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രയോഗത്തിൽ വരുന്ന ഒരു കാലം ഉണ്ടാകുമ്പോൾ മാത്രമേ ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ, അറിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുകയുള്ളൂ, മനുഷ്യന്റെ ആത്മാഭിമാനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് രാഷ്ട്രീയമായ ഇച്ഛാശക്തി വേണം, ഉദ്യോഗസ്ഥരുടെ പരിശ്രമം വേണം, മാധ്യമങ്ങളുടെ പങ്കാളിത്തം വേണം, ജനങ്ങളുടെ സഹകരണം വേണം. മിഥ്യാഭിമാനം വെടിയണം. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ആത്മാഭിമാനം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ വളർച്ച നമ്മുടെ ഭാഷയിലൂടെ മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണെങ്കിൽ മലയാളം ശ്രേഷ്ഠ ഭാഷയായത് അർത്ഥപൂർണമാകും, ജനാധിപത്യം സാർത്ഥകമാകും, നമുക്ക് നിവർന്നു നിൽക്കാൻ ഉള്ള കഴിവുണ്ടാകും. ഭരണഭാഷാ രംഗത്ത് കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വകുപ്പുകളിലൊക്കെ ഇപ്പോൾ മലയാളം ഉപയോഗിക്കുന്നുണ്ട്. ഭാഷാ പരിശീലനം നൽകിയിരുന്നു, വകുപ്പ് തല പരിശീലനം നൽകുന്നുണ്ട്. പക്ഷേ ഇതൊരു തുടർ പ്രക്രിയയാകണം. വകുപ്പുകളുടെയും കോഡുകൾ, മാനുവലുകൾ, ഫോറങ്ങളൊന്നും ഇന്നും മലയാളത്തിലായിട്ടില്ല. എല്ലാ വകുപ്പുകളുടെയും വെബ്സൈറ്റുകൾ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണം. സാധാരണക്കാർക്ക് മനസ്സിലാകണം എന്ത് സേവനം കിട്ടും. എനിക്ക് എന്റെ ഭാഷയിൽ കേരളത്തിലുള്ള എല്ലാ വകുപ്പുകളുമായിട്ടും എല്ലാ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെടാൻ കഴിയുമ്പോഴേ എന്റെ അവകാശത്തിന്റെ, എന്റെ ജനാധിപത്യ ബോധത്തിന്റെ, എന്റെ ആത്മാഭിമാനത്തിന്റെ സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മേഖലയാണ് മലയാള സാഹിത്യം. കേരളത്തിന്റെ മാതൃഭാഷയായ മലയാളത്തിൽ രചിക്കപ്പെട്ട കൃതികൾ വിശ്വസാഹിത്യ ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ അനവധിയാണ്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നീ പ്രാചീന കവിത്രയത്തിൽ ആരംഭിക്കുന്ന മലയാള സാഹിത്യത്തിന്റെ യാത്ര ആധുനികവും കടന്ന് ഉത്തരാധുനികതയിൽ എത്തി നിൽക്കുമ്പോൾ
സാഹിത്യലോകത്തിൽ മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു മലയാള സാഹിത്യം. മലയാള ഭാഷയ്ക്ക് ഏതൊരു വൈജ്ഞാനിക വിഷയവും കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും മാതൃഭാഷയിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ജനതയ്ക്ക് അർഹിക്കുന്ന ഉയരങ്ങളിലെത്താൻ സാധിക്കൂ എന്നും കവിയും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മാതൃഭാഷയിലൂടെ പഠിക്കുകയും മാതൃഭാഷയിലൂടെ ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള അവരർഹിക്കുന്ന ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കൊളോണിയലിസത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഇംഗ്ലീഷ് പഠിച്ചെടുത്തിട്ട് ആ ഇംഗ്ലീഷിലൂടെ നമുക്ക് ഏറ്റവും മികവ് നേടാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. സാധാരണ കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെ അറിവിന്റെ ലോകത്ത് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മലയാള ഭാഷയ്ക്ക് ലോകത്തിലുള്ള ഏത് വൈജ്ഞാനിക വിഷയവും കൈകാര്യം ചെയ്യാനുള്ള ക്ഷമതയുണ്ട്, കഴിവുണ്ട്, അതിനുള്ള പദാവലിയുണ്ട്, അതിനുള്ള ഗ്രാമറുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ആധുനിക ലോകത്തെ അഭിമുഖീകരിക്കുവാൻ ഉള്ള സജ്ജീകരണമുള്ള ഭാഷയാണ് മലയാളം. പിന്നെ മറ്റേ പലപ്പോഴും ചോദിക്കാറുണ്ട്, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലത്ത് നിങ്ങൾ ഈ പഴയ മലയാളവും പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? കമ്പ്യൂട്ടറിന് ഭാഷാ വ്യത്യാസമില്ല. കമ്പ്യൂട്ടറിനെ ഭാഷ പഠിപ്പിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ എന്നുള്ളത് ഒരു ടൂൾ മാത്രമാണ്, AI എന്നുള്ളത് ഒരു ടൂൾ മാത്രമാണ്. ആ ടൂളിനെ എത്ര ഭംഗിയായി നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യാൻ ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിക്കേണ്ടതും അങ്ങനെ പരിശീലിപ്പിക്കേണ്ടതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി ഞാൻ മലയാളിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഈ ഭാഷയുടെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കുകയും നമ്മുടെ വൈകാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മലയാള ഭാഷ കൂടുതലായിട്ട് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം മലയാളികൾക്ക് ഉണ്ടാവണം. മലയാളത്തിന്റെ സംസ്കാരവും ഭാഷയും സാഹിത്യവും ജീവിതവും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന മക്കളായി നമ്മുടെ ഈ ചെറുപ്പക്കാർ വളർന്നു വരണമെങ്കിൽ ഭാഷയോടുള്ള ഒരു പുനരർപ്പണം ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് ഭാഷയോട് തോന്നുന്ന ആദരവും ആ ഭാഷയുടെ സർവാധിപത്യം അംഗീകരിക്കാനുള്ള വ്യഗ്രതയും ദീർഘകാലത്തെ കൊളോണിയൽ ഭരണത്തിന്റെ ഫലമായി രൂപപ്പെട്ട വിധേയത്വത്തിന്റെ പ്രതിഫലനമാണ് എന്ന് മലയാള ഭാഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. മലയാളത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ അഭിപ്രായപ്പെടുന്നു. പൗരാണിക സംസ്കാരം നിലനിൽക്കവേ തന്നെ ആധുനിക വിജ്ഞാനത്തിന്റെ മഹത്വം കൂടി ആർജിച്ച് വളരാൻ സാധിക്കുന്ന ഒരുപക്ഷെ അപൂർവം ഭാഷകളിൽ ഒന്ന് മലയാളമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതര ഭാഷകളിൽ സംഭവിക്കുന്ന ഉയർച്ചകൾ, വികാസങ്ങൾ, അതിന്റെയൊക്കെ സദ്ഫലങ്ങൾ യഥാകാലം മലയാളം ഉൾക്കൊണ്ടിട്ടുണ്ട്. സാഹിത്യകൃതികൾ പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ യഥാകാലം ഉൾക്കൊള്ളുന്നതിന് മലയാളത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. മലയാളം ഒരു പുരാണ ഭാഷയോ അല്ലെങ്കിൽ പ്രാക്തനം എന്ന് പറഞ്ഞ് ഒതുക്കി കാണാവുന്ന ഒരു ഭാഷയോ അല്ല. അത് ജീവിക്കുന്ന, സജീവമായി നമ്മോട് ഒപ്പമുള്ള ഭാഷയാണ് മലയാളം. ഇപ്പൊ നമ്മുടെ മഹാഭാഷകളൊക്കെ തന്നെ പലതും ബുക്ക് ഷെൽഫുകളിൽ ഒതുങ്ങിയിരിക്കുന്ന വിജ്ഞാനമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ മലയാളം അങ്ങനെയല്ല. മലയാളം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഭാഷയാണ്. നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെട്ട ഭാഷയാണ്. നമ്മുടെ സംസ്കാരമാണ്. ജീവശ്വാസം പോലെ അത് നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, നമുക്ക് ജീവനം നൽകുന്ന ഭാഷയാണ് മലയാളം. നമ്മുടെ മൗലിക വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ ഉദയം ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ് എന്നുള്ള കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സത്യം നമ്മുടെ പുതിയ തലമുറ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകാന്തര യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, നമ്മുടെ മലയാളി യുവത്വം തീർച്ചയായും മൗലികമായ ചിന്തകൾ വികസിപ്പിച്ച് എടുക്കുന്നതിന് മലയാളത്തെ തീർച്ചയായും ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഭാഷാഭിമാനം നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കുന്നതിന്, നമുക്ക് അഭിമാനബോധം നൽകുന്നതിന് സഹായകമാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. മറ്റു ഭാഷകൾ പഠിക്കുന്നതിലുള്ള താല്പര്യം പലപ്പോഴും മലയാളം പഠിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും പുതുതലമുറ കാണിക്കുന്നില്ല. എന്നാൽ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകളിൽ മലയാളം ഐച്ഛിക വിഷയമായി എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവല്ല. ഇംഗ്ലീഷിനോട് കൂടുതൽ പ്രതിബദ്ധതയുണ്ടാക്കിയെടുക്കാൻ മുതിർന്നവർ നടത്തിയ ശ്രമമാണ് കുട്ടികളിൽ മലയാളത്തോടുള്ള വിമുഖത ഉണ്ടാക്കാൻ കാരണമെന്നും, എന്നാൽ മലയാളത്തോട് സ്നേഹമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അടുത്തിടെ വർധനയുണ്ടായതായും മലയാളം അധ്യാപികയായ മിനി നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ സത്തയുടെയും ഭാഗമാണ് മാതൃഭാഷ എന്നാണ് നാം വിശ്വസിക്കുന്നത്. ഒരു പരിധിവരെ അത് അങ്ങനെ തന്നെയാണ്. മുലപ്പാല് പോലെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് മാതൃഭാഷ. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല, ഒരു 5 വർഷം മുമ്പ് വരെ
മലയാളത്തിനോട് വല്ലാത്തൊരു വിമുഖത കുട്ടികൾ പുലർത്തിയിരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ മലയാളത്തെ സ്നേഹിച്ചതുപോലെ പിന്നീട് വന്നൊരു തലമുറ മലയാളത്തെ സ്നേഹിച്ചതായിട്ട് തോന്നിയിട്ടില്ല. അത് കുട്ടികളുടെ കുറ്റമാണ് എന്ന് പറയാനും പറ്റില്ല. തീർച്ചയായിട്ടും മലയാളത്തിനോടുള്ള വിമുഖതയ്ക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നത് സ്കൂളിലെ അധ്യാപകരും മാതാപിതാക്കളും തന്നെയാണ്. സാഹിത്യം പഠിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സത്യസന്ധത നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാഹിത്യം മനുഷ്യൻ്റെ ജീവിതം പറയുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ എന്താണെന്നും അവൻ്റെ അടിസ്ഥാന വികാരങ്ങൾ എന്താണെന്നും അവൻ എന്താകണമെന്നും പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ സമ്പത്തിൻ്റെയും ഭൗതികമായ പ്രൗഢികളുടെയും പിറകെ പോകാൻ കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കണം അവർ മാതൃഭാഷയോട് ആ വിമുഖത പ്രകടിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്. കുട്ടികൾ വീണ്ടും മാതൃഭാഷ പഠിക്കുന്നതിനോടുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തന്നെ 70ഓളം കുട്ടികൾ സിവിൽ സർവീസ് മലയാളം ഓപ്ഷണലെടുത്ത് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതുണ്ട്. നമ്മളെ സഹായിക്കുന്ന അമ്മ പോലെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് മാതൃഭാഷ എന്ന് മനസ്സിലാക്കുകയും അതിനെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അധ്യാപകരും രക്ഷകർത്താക്കളും അവരെ സഹായിക്കുകയും വേണം. എന്തായാലും മാതൃഭാഷ വളരട്ടെ, വാനോളം വളരട്ടെ. എല്ലാവിധ ആശംസകളും. പഠന സ്ഥാപനങ്ങളിൽ മലയാളം പഠിക്കുകയും പുതിയ തലമുറയ്ക്ക് സാഹിത്യവും ചരിത്രവും പരിചയപ്പെടുത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ മലയാളത്തിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും പുതുതലമുറയ്ക്ക് മനസ്സിലാകുകയുള്ളൂ. നവസാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ആധുനിക കാലത്ത് മലയാള ഭാഷാ പഠനം കൊണ്ട് പ്രയോജനമില്ലെന്ന് കരുതുന്നവരുടെ എണ്ണം വലുതാണ്. എന്നാൽ മലയാളം ഏറെ പ്രിയപ്പെട്ടതാണെന്നും ഏറെ സന്തോഷത്തോടെയാണ് മലയാളം തിരഞ്ഞെടുത്തതെന്നും ഗവേഷണ വിദ്യാർത്ഥിയായ ഷീല പറയുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മലയാളം എന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ലെന്ന ബോധം എനിക്കുണ്ടായത്. അന്ന് ക്ലാസ്സിൽ നന്നായി കവിത ചൊല്ലുന്ന കുട്ടികളെ മറ്റ് ക്ലാസ്സുകളിലും കൊണ്ടുപോയി പാടിപ്പിക്കുന്ന അധ്യാപകർ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ പാടിയിരുന്ന എനിക്ക് ഉള്ളിൽ ആത്മവിശ്വാസം തന്നത് മലയാള കവിതയാണ്. അങ്ങനെ ചൊല്ലി എനിക്ക് മലയാളം എന്ന വിഷയത്തോടും തുടർന്ന് ഭാഷയോടും ഒരിഷ്ടവും താല്പര്യവും ഒക്കെ തോന്നി തുടങ്ങി. എന്നോട് പലരും പല കാലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് മലയാളം എടുത്തത്, വേറെ ഏതെങ്കിലും വിഷയത്തിന് പോയാൽ പോരായിരുന്നോ, ഈ മലയാളം കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ എന്നോട് ഈ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ തന്നെയല്ലേ? മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ തന്നെയല്ലേ? ആ ഭാഷയെ എനിക്ക് കൂടുതൽ ആഴത്തിൽ അറിയണമെന്നും പഠിക്കണമെന്നും തോന്നിയത് ഒരു കുറ്റമാണോ? അപ്പോൾ പിന്നീട് അവർക്ക് മറുപടിയില്ല. മലയാള ഭാഷയെ സ്വീകരിക്കാൻ നിരവധി പേർ കാരണമായെങ്കിലും എനിക്ക് സ്വയം മലയാളത്തോട് ഒരിഷ്ടമുണ്ട്. അതില്ലാതെ ഞാൻ ഇതുവരെ എത്തില്ലായിരുന്നു. എന്നെ ഞാനാക്കിയത് എൻ്റെ ഭാഷയാണ്. എന്നിലെ കഴിവുകളെ ഉണർത്തിച്ചത് എൻ്റെ ഭാഷയാണ്. എന്നെ സ്വപ്നം കാണാൻ എൻ്റെ ഒപ്പമുണ്ടായത്, ഏതൊരു വിഷമ സന്ദർഭത്തിലും എനിക്ക് താങ്ങും തണലുമാകുന്നത് എൻ്റെ ഭാഷയാണ്. മലയാളം പ്രചരിപ്പിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ഭാഷയുടെ മഹത്വം വരും തലമുറകൾക്ക് പകർന്നു നൽകുന്നത് നമുക്ക് നിർവഹിക്കേണ്ട ഒരു വലിയ ദൗത്യമാണ്. ഇതിന് ഭാഷാ പഠനവും സംസ്കാരപരമായ പ്രവർത്തനങ്ങളും അത്യന്താപേക്ഷിതമാണ്. നവമാധ്യമങ്ങൾ വഴി മലയാളം പ്രചരിപ്പിക്കുന്നതിന് ഓരോ മലയാളിയും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മലയാളം കേരളത്തിന്റെ മാത്രമല്ല, ഓരോ മലയാളിയുടെയും ആത്മാവാണ്. നമുക്ക് ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് അതിന്റെ മഹത്വം വരും തലമുറകൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സമൂഹങ്ങൾക്കും പകർന്നു നൽകാനാവണം. അതിനുള്ള ചവിട്ടുപടിയാകട്ടെ മലയാള ഭാഷാ ദിനവും ഭരണഭാഷാ വാരാഘോഷവും. നിങ്ങൾ കേട്ടത് മലയാള ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.